പഹൽഗാമിൽ വീണ രക്തത്തിന് ഇന്ത്യ അതിശക്തമായ മറുപടി നൽകിയതിനെ തുടർന്ന് മാരകവും കൃത്യവുമായ മറുപടി. അതിനെ തുടർന്ന് പതറിയ പാകിസ്ഥാൻ വെടിനിർത്തലിന് മുന്നോട്ട് വന്നത് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും അവർ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെടിവെച്ചു. പക്ഷെ അതിനുശേഷം അവര് സംയമനം പാലിച്ചു. അത് തീർച്ചയായും രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. ഇത് താൽക്കാലികമായ ഒരു വെടിനിർത്തലാണോ അതോ ഇനിയും സ്ഥിതിഗതികൾ വഷളാകുമോ അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റും. ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സൈനിക നേതൃത്വത്തിനും തലയിൽ ആൾവാർപ്പുണ്ടെങ്കിൽ, ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിൽ, ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഇനി ഇന്ത്യക്കെതിരെ അവർ വാളുയർത്തുകയില്ല. അത് സത്യമാ, അത് കറക്റ്റാ. പക്ഷെ ഭീകര പ്രവർത്തകരെ ഉപയോഗിച്ചുള്ള ഒളിയുദ്ധത്തിന് അവർ വീണ്ടും മുതിർന്നേക്കാം. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യക്ക് കൃത്യമായ ഒരു മറുപടി പാകിസ്ഥാൻ നൽകാനുണ്ടായിരുന്നു. അത് കൊടുത്തു. അതൊരു പാകിസ്ഥാന് ചില കാര്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെടിനിർത്തല് ഉണ്ടായിട്ടുള്ളത്. ഇതില് ഈ രണ്ട് രാജ്യങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങൾ ആശ്വാസം കൊള്ളുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഈ രണ്ട് രാജ്യങ്ങളിലും ചില രാഷ്ട്രീയ ലാഭങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാം എന്ന് കരുതിയിരുന്നവർക്ക് സ്വാഭാവികമായിട്ടും നിരാശയോ അതൃപ്തിയോ അസംതൃപ്തിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പാകിസ്ഥാനിൽ അധികാരം പിടിക്കാൻ കാത്തു നിന്ന ഒരു വിഭാഗമുണ്ട്. അതിലൊന്ന് സൈന്യം തന്നെയാണ്. അതുപോലെ ഇന്ത്യയിലും ഈ ദേശാഭിമാനവും രാജ്യസ്നേഹവും ദേശക്കൂറും അതിന്റെ വികാരം അങ്ങനെ കത്തിച്ചു നിർത്തി അതിൽ നിന്ന് ലാഭമുണ്ടാക്കാം, അല്ലെങ്കിൽ ആ കലക്കവെള്ളത്തിൽ നിന്ന് വോട്ട് പിടിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അതിന് സാധ്യതയും ഉണ്ടായിരുന്നു. അവർക്ക് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ഉണ്ടായതിന്, അല്ലെങ്കിൽ ഒരു സമാധാനം താൽക്കാലികമായിട്ടെങ്കിലും കൈവരുന്നതിന് അസംതൃപ്തി ഉണ്ടാവാം. അതുപോലെ ഒരു യുദ്ധം വരുമ്പോൾ ലാഭമുണ്ടാക്കാൻ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവശ്യ വസ്തുക്കളൊക്കെ പൂഴ്ത്തിവെക്കുക, അത് കരിഞ്ചന്തയിൽ വിൽക്കുക, അങ്ങനെ കൊടിയ ലാഭം ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചിന്തിച്ചവരും പ്രതീക്ഷിച്ചവരും ഒക്കെ ഇപ്പോൾ നിരാശയിലാണ്. പക്ഷെ സാധാരണക്കാരായ ജനങ്ങള്, പക്ഷെ അവരെ സംബന്ധിച്ചോളം സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ താമസിച്ചിരുന്ന ആളുകൾ ഒരു വളരെ ആശങ്കയിലാണ് കഴിഞ്ഞുകൂടിയത്. എപ്പോഴാണ് ഒരു യുദ്ധവിമാനം കടന്നു വരിക, ആക്രമിക്കുക? ബോംബായാലും ഷെല്ലായാലും അല്ലെങ്കിൽ റോക്കറ്റ് ആയാലും മിസൈലായാലും അവരുടെ പുരപ്പുറത്താണ് വന്ന് പതിക്കുന്നത്, വീഴുന്നത്. അവർക്കാണ് അതിന്റെ നഷ്ടങ്ങളും ഛേദങ്ങളും ഈവാപായവും ഒക്കെ സംഭവിക്കുക. സ്വാഭാവികമായിട്ടും വളരെ ആശങ്കയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ അവരിന്ന് വാസ്തവത്തിൽ ഇപ്പോൾ ആശങ്കയൊഴിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യയുടെ സേനാംഗങ്ങളുടെ കുടുംബം, അവർക്കും ആശങ്കയുണ്ടായിരുന്നു. സ്വാഭാവികമാണ്. അവരുടെ മക്കളോ ഭർത്താക്കന്മാരോ ബന്ധുക്കളോ ഒക്കെ യുദ്ധമുന്നണിയിൽ നിൽക്കുമ്പോൾ, യുദ്ധ സാഹചര്യങ്ങൾ വഷളാവുകയാണെങ്കിൽ, നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ആശങ്കകൾ ഉണ്ടാവാം. എൻ്റെ ഒരു അടുത്ത ബന്ധു ജയ്പൂരിൽ പഠിക്കുന്നു. അതിനടുത്താണ് ജോധ്പൂര്. ജോധ്പൂരിലെ വിമാനത്താവളം അടച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾക്കുണ്ടായ വലിയൊരു വേവലാതി, അല്ലെങ്കിൽ ആശങ്ക, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം. വിമാന ടിക്കറ്റ് കിട്ടുമോ, ട്രെയിൻ ടിക്കറ്റ് കിട്ടുമോ, ഇത്തരത്തിലുള്ള ആലോചനകൾ. പരീക്ഷ കഴിഞ്ഞിട്ടില്ല, പരീക്ഷ എഴുതാതെ എങ്ങനെ വരും? ഇത് ജയ്പൂരിലെ ഒരു കുട്ടിയെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ആശങ്കകളാണ്. നമുക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ യുദ്ധം നമ്മളെ നേരിട്ട് ബാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ അതിന്റെ തിക്തഫലങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവായി പോകുന്നത് സന്തോഷകരമായ കാര്യമാണ്. പഹൽഗാമിൽ ഇന്ത്യക്കുണ്ടായ ആ വലിയ മുറിവ്, അതിനെ മറുപടി നൽകിയിരിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വാസ്തവത്തില് നമ്മുടെ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയയില്, ചാനലുകളില്, പത്രങ്ങളിൽ വളരെ കുറച്ചായിരുന്നു. മറ്റ് ദൃശ്യ സ്വഭാവമുള്ള മാധ്യമങ്ങളിലാണ് അത് കൂടുതലായിട്ട് കണ്ടത്. വിദഗ്ധന്മാർ എന്ന് പറയുന്ന ആളുകൾ വലിയ തോതിലാണ് യുദ്ധജ്വരം വളർത്തിക്കൊണ്ടുവന്നത്. അവരെന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? വളരെ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് അവര് ആ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തത്. ഒരു യുദ്ധമുണ്ടായാൽ ആണവ യുദ്ധമുണ്ടായേക്കാം, അത് രണ്ട് രാജ്യങ്ങൾക്കും വളരെ വിനാശകരമാണ്. പിന്നെ ദേശസ്നേഹം വളരെയേറെ ഉള്ള ആളുകൾക്ക് ഈ യുദ്ധം പാകിസ്ഥാനെ 4-5 കഷ്ണങ്ങളായിട്ട് വിഭജിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പട്ടാളത്തലവൻ ഒളിച്ചോടി, ആയിരക്കണക്കിന് പട്ടാളക്കാർ രാജിവെച്ച് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി.
അങ്ങനെ എത്രയെത്ര ഭാവനാസമ്പന്നമായ കഥകൾ. പാകിസ്ഥാനിലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുറെ കാലമായിട്ട് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ സമ്പന്നമായ ധാതു നിക്ഷേപം പുറത്തുനിന്നുള്ള ആളുകൾ, അതായത് ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാന് പുറത്തുനിന്നുള്ള പാകിസ്ഥാനിൽ തന്നെയുള്ള ആളുകളാണ്. അവർ വളരെ സ്വാധീന ശക്തിയുള്ളവരാ, സർക്കാരിലും ആർമിയിലും ഒക്കെ സ്വാധീനമുള്ളവരാ. അവരത് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ഭൂമി കൈയടക്കാനായിട്ട് നോക്കുന്നു. അതുപോലെ ഖനി നിയമങ്ങളിൽ അവർക്ക് ദോഷകരമായിട്ടുള്ള വ്യവസ്ഥകൾ ചേർത്ത് പുതിയ നിയമം വരുന്നു. അതിനെതിരായിട്ടൊക്കെ വലിയ പ്രക്ഷോഭം കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ പറഞ്ഞത്, സോഷ്യൽ മീഡിയ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിൽ പോലും അവിടെ പട്ടാളത്തിനും സർക്കാരിനും എതിരെ, അല്ലെങ്കിൽ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിലുള്ള പ്രതിഷേധം, അങ്ങനെ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായിട്ട് വലിയൊരു പ്രക്ഷോഭം നടക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. നമ്മുടെ എയർഫോഴ്സിന്റെ ഒരു വിമാനം ഹൈവേയിൽ ഇറങ്ങി. അതിനെക്കുറിച്ചൊക്കെ എത്ര നിറം പിടിപ്പിച്ച കഥകളാണ് പ്രചരിപ്പിച്ചത്. അത് സാധാരണ നടക്കുന്നതാ. 2023 പോലും നടന്നിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് യുദ്ധ സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരു ഹൈവേ ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ പരീക്ഷണങ്ങളാ. അതിനെയൊക്കെ ഇങ്ങനെ പെരുപ്പിച്ചു പറഞ്ഞ് ഒരു തരത്തിലുള്ള യുദ്ധജ്വരം ആളുകളിൽ പടർത്തുക. അത് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു സമയമാണ്. അതിനുശേഷം യുദ്ധം അല്ലെങ്കിൽ സംഘർഷം, യുദ്ധമെന്ന് പറയുന്നത് ശരിയല്ല, സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഈ ചാനൽ ചർച്ചകളിലും മറ്റും വന്ന വിദഗ്ധര്, അതിലൊരു നല്ല പങ്ക് മുൻകാല പട്ടാളക്കാരാ, യുദ്ധം ചെയ്ത് പരിചയമുള്ളവരാ. കേണലോ ബ്രിഗേഡിയറോ ലഫ്റ്റനന്റ് ജനറൽമാരോ ഒക്കെ ആയി പ്രവർത്തിച്ചിരുന്ന ആളുകൾ ധാരാളം പേര് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്തു. സെൻസോടുകൂടി സംസാരിച്ചത് അവരാ. അവർക്ക് എന്താണ് യുദ്ധം എന്നറിയാം, എങ്ങനെയാണ് യുദ്ധം നടക്കുക എന്നുള്ളതറിയാം, എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളതെന്നറിയാം. അതോടൊപ്പം തന്നെ മറ്റു ചില വിദഗ്ധര് വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഒരു ആണവ യുദ്ധം നടന്നാൽ എന്തൊക്കെ സംഭവിക്കാം, ഈ വക കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഡെസ്കുകളിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോകളിൽ ഈ സംഘർഷ സമയത്തുണ്ടായ കഥകൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭാഗമായത് എത്രയെത്ര കഥകൾ. നമ്മുടെ റഫേൽ വിമാനം 5 എണ്ണം വെടിവെച്ചിട്ടു, അതല്ല 7 എണ്ണം വെടിവെച്ച് വീഴ്ത്തി. ശ്രീനഗർ വിമാനത്താവളം ആക്രമിച്ച് തകർത്തു. അതുപോലെ പാകിസ്ഥാന്റെ കറാച്ചി സീപോർട്ട് തുറമുഖം നമ്മുടെ നാവികസേന തകർത്തു. പാകിസ്ഥാൻ പട്ടാള മേധാവിയെ സ്ഥാനഭ്രഷ്ടനാക്കി. അങ്ങനെ എത്രയെത്ര കഥകൾ. പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം നടക്കുന്നു, ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി. അങ്ങനെ എത്രയെത്ര ഭാവനാസമ്പന്നമായ കഥകൾ. ഈ ഡെസ്കുകളിലും അതുപോലെ സ്റ്റുഡിയോകളിലും ഇത്തരത്തിലുള്ള പെർഫോമൻസ് നടത്തിയ ആളുകൾ ഇപ്പൊ അല്പം യുദ്ധഭീതി അകന്ന് സമാധാനം പുലരുകയാണല്ലോ, സമയമുണ്ടല്ലോ. അപ്പൊ ഈ ആർക്കൈവ്സ് ഒക്കെ നോക്കണം, നമ്മുടെ ഫയൽ വിഷ്വൽസ് ഒക്കെ നോക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിട്ടു എന്ന് പറഞ്ഞ ചാനലുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അന്ന് വിദേശത്തേക്കും മറ്റും യാത്ര ചെയ്യാനിരുന്ന ആളുകൾ എത്ര സംഘർഷം, മാനസിക സംഘർഷം അവർ അനുഭവിച്ചു കാണും. അതുപോലെ നിങ്ങളെ മറന്നിട്ടുണ്ടാവില്ല, ഒരു അവതാരകൻ വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന് സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ ഒരു ഷോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, വൈറലായ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് വന്നവരെ കൊണ്ട് ഭാരത മാതാ കീ ജയ്, വന്ദേ മാതരം മുതലായ മുദ്രാവാക്യങ്ങൾ വിളിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. എന്തൊക്കെ നാണം കെട്ട രംഗങ്ങളാണ് നമ്മുടെ ചാനലുകളുടെയും മറ്റും സ്റ്റുഡിയോകളിൽ അരങ്ങേറിയത് എന്നുള്ളത് ഇവരൊക്കെ ഒരു പുനർവീന്തനത്തിന് വിധേയമാക്കുന്നത് നന്നായിരിക്കും. നമ്മളൊരു ചർച്ചയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടാണോ നമ്മുടെ ദേശാഭിമാനം, രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? ഈ വിദ്വാൻ പറയുന്നതനുസരിച്ച് മുദ്രാവാക്യം വിളിക്കാത്തവരെയൊക്കെ നിങ്ങൾക്ക് രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുമോ? ഈ രീതിയിൽ നിയന്ത്രണം വിട്ട പല പല പ്രകടനങ്ങൾ നമ്മൾ ഈ സമയത്ത് കാണുകയുണ്ടായി. ഇന്നിപ്പോ വെടിനിർത്തല് നിലവിൽ വന്നിരിക്കുക, പറഞ്ഞല്ലോ, വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതിൽ അമേരിക്കയുടെ പങ്ക് എന്താണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഈ വിവരം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തുന്നു എന്നുള്ളത് ലോകത്തെ അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് അത് വന്നത്. അമേരിക്ക നടത്തിയ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് 2 രാജ്യങ്ങളും വെടിനിർത്താൻ തീരുമാനിച്ചു എന്ന്. പിന്നീടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ അത് ഔദ്യോഗികമായിട്ട് ആളുകളെ അറിയിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ വാസ്തവസ്ഥിതി എന്താ? ഇതിലൊരു മധ്യസ്ഥ ശ്രമം നടന്നിട്ടുണ്ടോ? അത് സർക്കാർ പറയേണ്ടതല്ലേ? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു.
അതുപോലെ ഇപ്പൊ അതിന് ശേഷം ട്രംപ് എന്താ പറഞ്ഞത്? 1000 വർഷം പഴക്കമുള്ള കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് അമേരിക്ക മധ്യസ്ഥ വഹിക്കാവുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അതിനെ മാർക്കോ റൂബിയ, അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയാ, അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് ഒരു നിഷ്പക്ഷ വേദിയിൽ വെച്ച് ചർച്ചകൾ നടത്തുന്നതിന് മധ്യസ്ഥ വഹിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന്. ഇതാരെങ്കിലും അവരോട് ചോദിച്ചോ? മധ്യസ്ഥ വഹിക്കാമോ എന്ന് ചോദിച്ചോ? വാസ്തവത്തിൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമാണ്. അത് സിംല കരാർ മുതലുള്ളതാണ്. ആ കരാറിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം. മൂന്നാമതൊരാളെ മധ്യസ്ഥന്മാരെ അതിന് സമ്മതിക്കുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ ട്രംപും മാർക്കോ റൂബിയയും ഒക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? കോൺഗ്രസ് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു. അത് കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാ, പ്രതിപക്ഷ പാർട്ടിയാ, അവർക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് ഉന്നയിച്ച കൂട്ടത്തില് 1971 ചില അനുഭവങ്ങൾ അവരൊന്ന് ഓർമ്മിപ്പിച്ചു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധം, അന്നാണ് പാകിസ്ഥാനെ ഇന്ത്യ രണ്ടായിട്ട് കീറി മുറിച്ചത്, പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന്. അന്ന് അമേരിക്ക ഇടപെടാൻ നോക്കിയതാ. ആദ്യം നമുക്ക് മുന്നറിയിപ്പ് തന്നു, പാകിസ്ഥാന്റെ കാര്യങ്ങൾ ഇടപെടരുത് എന്ന് ചില മുന്നറിയിപ്പുകൾ. അതിനുശേഷം അവരുടെ 7ാം കപ്പൽപ്പട ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വന്നു, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി പറഞ്ഞു, 7ാം കപ്പൽപ്പട ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊള്ളണമെന്ന് പറഞ്ഞു. അവർ തിരിച്ചുപോയി. അതൊന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശശി തരൂർ അതിനുള്ളൊരു ന്യായീകരണവുമായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, 1971 സാഹചര്യവും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യണ്ട, അത് ശരിയല്ലെന്ന്. ഓക്കെ, തരൂർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ അവസാനത്തെ വാക്ക്. പക്ഷെ ഇതൊക്കെ ചരിത്രമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിന് ഇന്ത്യയാണ് ഒരു വലിയ രാജ്യം, ശക്തിയായ രാജ്യം. ഈ ചെറിയ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരു ഇടപാടുണ്ടാകുമ്പോൾ എന്തിനാണ് ഒരു ഹെഡ് മാസ്റ്ററുടെ ലെവലില് അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യമോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്? അത് ശരിയല്ല. അങ്ങനെ അമേരിക്ക അതിന് മുതിർന്നാൽ നമ്മുടെ ഇഷ്ടരാജ്യമാണ്, സഖ്യരാജ്യമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് വളരെ നല്ല സ്നേഹബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ്, ലോക നേതാവാണ്. പക്ഷേ സിംല കരാറിന്റെ സ്പിരിറ്റിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കാലത്തെയും നിലപാട്, അത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ മാത്രമല്ല ഇപ്പോഴത്തെ BJP സർക്കാരിന്റെയും NDA സർക്കാരിന്റെയും നിലപാട്, അതിന് വിരുദ്ധമായിട്ട് ഇതിനൊരു മധ്യസ്ഥ ശ്രമവുമായിട്ട് അമേരിക്കയോ മറ്റോ വന്നാൽ, ഇനി സ്നേഹബന്ധത്തിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടായാലും വേണ്ടില്ല, വളരെ കൃത്യമായ ഭാഷയിൽ, മുന്നറിയിപ്പിന്റെ താക്കീതിന്റെ തന്നെ ഭാഷയിൽ അമേരിക്കയോട് നമുക്ക് പറയാൻ സാധിക്കണം, ഞങ്ങളുടെ അടുത്ത് ഹെഡ് മാസ്റ്റർ കളിക്കണ്ട എന്നുള്ളത്. അല്ലാതെ ട്രംപ് ആയാലും മാർക്കോ റൂബി ആയാലും ഇങ്ങനെ ഇന്ത്യയുടെ ചെലവില് വിടുവായത്തം പറഞ്ഞ് മേനി നടിക്കാൻ ശ്രമിക്കുന്നത് അനുവദിച്ചുകൂടാ. ഇത്രയും പറഞ്ഞപ്പോൾ 1971 ഒരു ദൃശ്യം കൂടി ഓർത്തുപോയി. ഡിസംബർ 16 ദയവേത് ശശി തരൂർ കറിയിക്കരുത്, അതൊന്ന് ഓർമ്മിപ്പിക്കുന്നതിന്, ഢാക്കയിലെ രംന റേസ് കോഴ്സ്, അതാണ് വേദി. അവിടെ പാകിസ്ഥാന്റെ 93,000 പേരടങ്ങുന്ന പട്ടാളം ഇന്ത്യൻ സൈന്യത്തിന് കീഴടങ്ങുന്ന ഒരു രംഗം. ജനറൽ അമീർ അബ്ദുള്ള നിയാസി അദ്ദേഹമാണ് ആ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ സേനാധിപനായിരുന്ന ജഗജിത് സിംഗ് അറോറയുടെ മുമ്പിൽ പാകിസ്ഥാൻ പട്ടാളം കീഴടങ്ങി. അന്ന് അവിടെ ഒപ്പുവെച്ചത് കീഴടങ്ങൽ രേഖയാണ്, ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ, ചരിത്രത്തിന്റെ ഭാഗമാണത്. അതൊന്ന് ഓർത്തുപോയി. ഇപ്പോഴെന്തായാലും വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നു. പറഞ്ഞല്ലോ, ആശ്വാസകരമായ ഒന്നാണ്. ആ അവസ്ഥ തുടരണം, അതാണ് ഇന്ത്യയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം യുദ്ധം എന്ന് പറയുന്നത് ആര് ജയിച്ചാലും തോറ്റാലും വിനാശകരമാണ്. യുദ്ധം ഈസ് എ ഡർട്ടി ബിസിനസ്.